മലബാറിൽ നിന്നും സൗദിയിലേക്ക് പറന്നെത്തിയ ഒരു സംരംഭകൻ. പിന്നീട് സൗദിയിലേക്ക് നിക്ഷേപകർ പറന്നെത്തിയപ്പോൾ അവർക്കെല്ലാം അദ്ദേഹം കൂട്ടായി നിന്നു. അദ്ദേഹം തുടങ്ങിവെച്ച കഥകൾ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കാണാം. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇനി. നജീബ് മുസ്ലിയാരകത്ത്. അറബ് കൺസൾട്ട് ഹൗസ് അടക്കമുള്ള സൗദി അറേബ്യയിലെ ഒട്ടേറെ അഭിമാനകരമായ സംരംഭങ്ങളുടെ സാരഥി. മലബാറിൻ്റെ ഹൃദയഭൂമിയായ കോഴിക്കോട് നിന്നും അറേബ്യൻ മണ്ണിലേക്ക് ചിറകുകൾ വിടർത്തിയ ബിസിനസ് വിദഗ്ധൻ. സൗദി ടെലികോമിൽ ജോലി ചെയ്യുന്ന കാലത്ത് സൗദി അറേബ്യയെക്കുറിച്ചും ബിസിനസ് ലാൻഡ്സ്കേപ്പിനെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കി. ഈ അനുഭവവും പരിജ്ഞാനവും ഉപയോഗപ്പെടുത്തി സൗദി അറേബ്യയിൽ അധികമാരും സഞ്ചരിക്കാത്ത ബിസിനസ് വഴികളിലേക്ക് കടന്നു. 2 പതിറ്റാണ്ടിലേറെക്കാലമായി സൗദി അറേബ്യയിൽ സജീവമായി തുടരുന്നു. മക്കയിലെ ആദ്യ ഇൻവെസ്റ്റർ കമ്പനി എന്ന ഖ്യാതിയും ഇദ്ദേഹത്തിന് സ്വന്തമാണ്. ഹോട്ടൽ, ടൂറിസം, കൺസ്ട്രക്ഷൻ, ഓഡിറ്റിംഗ് അടക്കമുള്ള വ്യത്യസ്ത മേഖലകളിൽ നേതൃത്വ പാഠവും കൊണ്ടും ബിസിനസ് നൈപുണ്യം കൊണ്ടും തൻ്റെതായ മുദ്ര പതിപ്പിച്ചു. നയ അറേബ്യ ട്രേഡിംഗ് കമ്പനി, ജിദ്ദ ഫയർ ഗാർഡ് സേഫ്റ്റി കമ്പനി ലിമിറ്റഡ്, കീസ്റ്റോൺസ് ലിമിറ്റഡ് കമ്പനി, ഡ്രീം ഡെസ്റ്റിനേഷൻ ട്രാവൽ ആൻഡ് ഹോളിഡേയ്സ്, കീസ്റ്റോൺസ് ലിമിറ്റഡ് കമ്പനി, കോഴിക്കോടൻ റെസ്റ്റോറൻറ്റ്, ഹമ്മേഴ്സ് കമ്പനി ലിമിറ്റഡ് എന്നിവ അടക്കമുള്ള ഒട്ടേറെ കമ്പനികളുടെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിക്കുന്നു. സംരംഭങ്ങളുടെ സാരഥ്യത്തിന് പുറമെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലും സജീവമാണ് ഇദ്ദേഹം. പല മേഖലയിലുള്ള ആളുകൾ ഹെൽപ്പ് ചെയ്യാനും പല രീതിയിൽ അവർക്ക് വിജയത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ ചെയ്തു കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. സൗദി അറേബ്യ ഇന്ന് മലയാളി സംരംഭകരുടെയും ബിസിനസ്സുകാരുടെയും ഇഷ്ടകേന്ദ്രമാണ്. പക്ഷേ ബിസിനസ് ചെയ്യാനുള്ള അടങ്ങാത്ത അഭിനിവേശത്തിനപ്പുറം എങ്ങനെ ചെയ്യണമെന്നോ എന്തു ചെയ്യണമെന്നോ പലർക്കും ഒരു ധാരണയും ഉണ്ടാകാറില്ല. പ്രത്യേകിച്ചും ആദ്യമായി സൗദിയിലെത്തുന്നവർക്ക്. 20 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തന പാരമ്പര്യമുള്ള അറബ് കൺസൾട്ട് ഹൗസ് കടന്നു ചെല്ലുന്നതും അഭിമുഖീകരിച്ചതും ഇത്തരക്കാരെയാണ്. സൗദിയിൽ വിദേശ നിക്ഷേപകർക്ക് അവസരം നൽകിയപ്പോഴും സൗദി കെഫീലുമാരുടെ കീഴിൽ നിന്നും സ്വതന്ത്രമാകാമെന്ന പ്രഖ്യാപനം വന്നപ്പോഴും ഏറ്റവും കൂടുതൽ പേർ എത്തിയ കൺസൾട്ടൻസി കൂടിയായിരുന്നു അറബ് കൺസൾട്ട് ഹൗസ്. ഈ നേട്ടത്തിനാണ് മീഡിയ വണിന്റെ മിഡിൽ ഈസ്റ്റ് എക്സലൻസ് പുരസ്കാരം അറബ് കൺസൾട്ട് ഹൗസിനെ തേടിയെത്തിയത്. അദ്ദേഹവും പത്നിയും സംരംഭകയുമായ ഷെയ്മിൻ നജീബും ചേർന്ന് മീഡിയ വണിന്റെ ബിസിനസ് എക്സലൻസ് അവാർഡ് ഏറ്റുവാങ്ങി. ഇപ്പോൾ സൗദി ഇന്ത്യ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറത്തിൻ്റെ ഒരു മെമ്പറും കൂടെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പറയാം, ഇന്ത്യയിലും സൗദിയിലും ഒരേപോലെ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇത്തരം ഈ ഒരു അവാർഡ് എനിക്ക് ലഭിച്ചതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത് ഇത് എൻ്റെ കേരളത്തിൽ വെച്ച് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ പ്രിവിലേജായിട്ട് ഞാൻ കാണുന്നത്. നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയി ബിസിനസ് ചെയ്യുന്നതിനൊരു അച്ചീവ്മെൻ്റ് അവാർഡ് നമ്മുടെ നാട്ടിൽ വെച്ച് ലഭിക്കുക എന്നുള്ളത് ഒരു അച്ചീവ്മെൻ്റായി തന്നെ കാണുന്നു. ബിസിനസ് ചെയ്യുന്നവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായ മലയാളികൾക്ക് കമ്പനി ഇൻകോർപ്പറേഷൻ, ഓഡിറ്റിംഗ്, നിയമസഹായങ്ങൾ എന്നിവയടക്കമുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായും ശാസ്ത്രീയമായും അതിവേഗത്തിൽ അറബ് കൺസൾട്ട് ഹൗസ് ചെയ്തു നൽകുന്നു. ഇൻഡസ്ട്രിയൽ, ട്രേഡിംഗ്, സർവീസ് എന്നിങ്ങനെ വ്യത്യസ്ത സെക്ടറുകളിലുള്ള സംരംഭങ്ങൾ അറബ് കൺസൾട്ട് ഹൗസിൻ്റെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിനുവേണ്ട പ്രാരംഭമായ പഠനവും ബിസിനസ് സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സാധ്യതയുമെല്ലാം അറബ് കൺസൾട്ട് ഹൗസ് നിർവഹിച്ചു പോരുന്നു.